അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കണക്റ്റയുമായി കണക്റ്റ് ചെയ്തുകൊണ്ട് കണക്ഷൻസ് സന്തോഷകരവും ആനന്ദകരവും മൂല്യവത്തുമായി മാറണം, അതിന് സഹായകമാവണം എന്ന മനസ്സോടെ ഒരുക്കിയിട്ടുള്ള ജെൻഡർ, കുടുംബം, സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഈ ചർച്ചാ സദസ്സ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനായ നാഥൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ അറിയിക്കുകയാണ്. എന്താണോ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലൂടെ നാം ആഗ്രഹിക്കുന്നത്, നാം ഉദ്ദേശിക്കുന്നത്, അത് പൂർത്തീകരിക്കാൻ ഈ ഇരുത്തവും ഈ പറച്ചിലുകളും ഫലപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തല തിരിഞ്ഞ കുടുംബവും തല തിരിയാത്ത കുടുംബവും കണ്ടതിന് ശേഷം ഇരിക്കുന്നവരാണ് എൻ്റെ മുമ്പിലുള്ള കസേരകളിൽ സ്ഥാനമുറപ്പിച്ചവർ. പുറകിലുള്ളവർ എന്താണിതവിടെ കാണാനിരിക്കുന്നത് എന്നിത് പറയുന്നതോടെ പ്രതീക്ഷയോടെ കടന്നു പോകുന്നവരുമാണ്. എന്തുകൊണ്ട് കുടുംബങ്ങൾ തല തിരിയുന്നു? പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. പഴയ കാലഘട്ടങ്ങളിലും പഴയ തലമുറകളിലും തലതിരിഞ്ഞ കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ കാലത്ത് ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അതോടൊപ്പം അതിലെ പ്രശ്നങ്ങൾ വിഭിന്നമായി തീരുകയും ചെയ്യുന്നു എന്നതിലേക്ക് എൻ്റെ ഒരു ചെറിയ സമയം ഉപയോഗപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 ആഴ്ചയിൽ 3 കോള് ആരിൽ നിന്നൊക്കെയോ കണക്ട് ചെയ്ത് കണക്ഷന് വേണ്ടി വന്ന കോള്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്, കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം കുറച്ചായിട്ട് ഇങ്ങനെ നമ്മൾ അതിന് കേൾക്കാറുണ്ടായിരുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ടും അതുപോലെ കുട്ടികൾ വീട്ടിലുണ്ടാക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഈ 3 ആഴ്ചയിൽ വന്ന 3 കോളും 50നും 60നും ഇടയിലുള്ള മാതാപിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. ഞാനതിങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഇത് അവരുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല, അതിലേക്ക് അവരെ കൂടി എത്തിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളാൽ തലമുറയിലൂടെ കടന്നു പോരുന്ന ഒരു വലിയ പ്രശ്നമായി ഇത് മാറുന്നതിന് എന്തൊക്കെയാണ് വിഷയങ്ങളായി വരുന്നത് എന്ന ഒരു ചിന്തയായിരുന്നു ഇത് കേട്ട സമയത്തും അവരോടൊപ്പം ഇരുന്ന സമയത്തുമൊക്കെ എൻ്റെ മണിക്കൂറുകൾ എന്നിലൂടെ കടന്നുപോയ സംഗതി. ആ ചില അനുഭവങ്ങളിൽ നിന്നുള്ള വശങ്ങളിലൂടെയാണ് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് വന്നു ചേരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനൊരു പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. കുറേ സംഗതികൾ
സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞു. തലമുറകളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം നമ്മളതിനെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് സുന്ദരമായിട്ട് പ്രയോഗിക്കാറുണ്ട്. അത് 2 തലമുറയും മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. മാതാപിതാക്കളുടെയും മക്കളുടെയും മനസ്സിലുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള മൂല്യങ്ങളാണ്. മാതാപിതാക്കൾ മൂല്യങ്ങളായി കാണുന്നതും മക്കൾ മൂല്യങ്ങളായി കാണുന്നതും 2 തലങ്ങളിലുള്ള സംഗതികളാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിത ശൈലി, സ്പീഡിൻ്റെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മൊബൈലുകളും ആപ്പുകളും മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ മനുഷ്യബുദ്ധിയിലും മനുഷ്യ വളർച്ചയിലും മനുഷ്യൻ്റെ ജീവിത ശൈലിയിലും ചിന്താഗതികളിലും വളരെ പെട്ടെന്ന് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറുന്നവരാണ് ഞങ്ങളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ എന്ന തിരിച്ചറിവ് രക്ഷിതാക്കൾക്ക് ഏറെ വരേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിത ശൈലിയിലും ചിന്താഗതികളിലും വന്നിരിക്കുന്ന വലിയ വ്യത്യാസം പരസ്പരം സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അത് അവസാനം സംഘർഷങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്നത് നമ്മുടെ കുടുംബങ്ങളിലൊരു പ്രശ്നമാണ്. ഞാൻ ഓരോ പ്രശ്നവും പറയുമ്പം അത് എന്നെ ബാധിക്കുന്നുണ്ടോ, എൻ്റെ വീട്ടിലുണ്ടോ, ഞാനും അനുഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്നിങ്ങനെ ആലോചിച്ച് പോയാൽ മതി. എന്നിട്ട് അതിനുള്ള പരിഹാരം എന്താണ്? പൊതുപരിഹാരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മുമ്പിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ലാത്ത പരിഹാരങ്ങൾ പടച്ചതമ്പുരാൻ തന്നെ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. ആ പരിഹാരങ്ങളിലേക്ക് നമ്മൾ പോയാൽ ഏത് കാലഘട്ടത്തിലും വളർന്നു വരുന്ന പുതിയ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മസ്കനുകളായി നമ്മുടെ വീടുകൾ മാറും എന്നതാണ് പ്രിയമുള്ളവരെ ഇസ്ലാം നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരുന്ന വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ജോലി, ദീർഘമായ ജോലി സമയം. അത് സ്ത്രീകൾ കൂടി ജോലിക്ക് പോകുമ്പോഴുണ്ടാവുന്ന ഒരു വലിയ സംഘർഷം. പ്രത്യേകിച്ചും മത്സരാധിഷ്ഠിതമായൊരു ജീവിതത്തിലാണ് നമ്മളുള്ളത്. പുതിയത് വാങ്ങണം, പുതിയ ജീവിത ശൈലിയിലേക്ക് മാറണം, പുതിയിടങ്ങളിലേക്ക് എനിക്കെത്തണം, കാണുന്ന റീലുകളൊക്കെ എൻ്റെ ജീവിതത്തിലേക്കും എത്തണം എന്ന ചിന്തയിലൂടെ മത്സരാധിഷ്ഠിതമായൊരു ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജോലി എന്നതും ജോലിയിലൂടെ ലഭിക്കുന്ന സമ്പാദ്യം എന്നതും ആ ജോലിക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയം എന്നതും നമ്മുടെ കുടുംബത്തിന് വേണ്ട രൂപത്തിൽ സമയം കൊടുക്കാനും പരസ്പരം സംസാരിക്കാനും ഉള്ളു തുറന്ന് കാര്യങ്ങൾ പരസ്പരം അറിയിക്കാനും നമുക്ക് സമയം തികയാതെ പോകുന്നു, ഒട്ടും ലഭിക്കാതെ പോകുന്നു എന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നില്ലേ എന്ന് നമ്മൾ ചോദിച്ചു നോക്കാം. ഉമ്മാനോടും ഉപ്പാനോടും മക്കൾക്ക് സംസാരിക്കാൻ സമയമില്ല. ഉമ്മയുടെയും ഉപ്പയുടെയും സംസാരം കേൾക്കാൻ മക്കൾക്ക് സമയമില്ല. തിരിച്ചും സമയമില്ല. ഇണകളോടടക്കം അവർ വന്ന് കിടന്നാൽ ക്ഷീണിച്ച് ബിസിനസ്സുകളിൽ കിടന്ന് ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക്, ഇനി ഗവൺമെൻറ് ജോലിയുള്ളവർ തന്നെ അവർ പുറത്തുള്ള മറ്റ് ട്യൂഷനും മറ്റ് സംഗതികളിലും ഒക്കെ ഇടപെട്ട് അങ്ങനെ ഓടി ഓടി തളർന്നാണ് വരിക. ആ തളർന്നു വരുന്നവർക്ക് സഹധർമ്മിണിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് ചെവി വെച്ചു കൊടുക്കാൻ സമയമില്ലാത്തത് ഇത്തരത്തിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമല്ല അത് കാരണമായി തീരുന്നത് മക്കളിലേക്കും അത് തുടർന്ന് മാതാപിതാക്കളിലേക്കും കുടുംബത്തിലേക്കും പ്രശ്നമായി മാറുന്നതിന് വഴിവെക്കുന്നില്ലേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അതുപോലെ എല്ലാവരും ഇന്ന് അവരവരുടെ ലോകത്താണ്, സ്വന്തം മൊബൈലുകളിലാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്, ഗെയിമുകളിലാണ്, റീലുകളിലാണ്, അവരവരുടെ ലോകത്ത്. ഇത് മാനസികമായിട്ട് കുടുംബാംഗങ്ങളെ അകറ്റുന്നതിന് കാരണമായി തീരുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ തുറന്ന സംഭാഷണം കുറയുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അവിടെ നല്ലൊരു കുടുംബത്തിൻ്റെ ഒരു ചിത്രം അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കും, ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കരുത് എന്ന് പഠിപ്പിച്ച് അങ്ങനെ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കാതിരിക്കാൻ കാലിൻ്റെ ഒരു മുട്ടിൽ മൊബൈൽ ഫോൺ വെച്ച്
സംസാരിക്കേണ്ടതില്ല, അതിങ്ങനെ റോള് ചെയ്താൽ മതി, അപ്പോൾ സംസാരിക്കാതെ പോകുന്നു. ഞാൻ ഓർക്കുന്ന ഒന്ന്, ഷുഹൈബ് സാഹിബ് ഇതിന് മുമ്പെടുത്തൊരു ഹദീസ് ക്ലാസ് ആയിരുന്നു. അതിൽ മുഴുവനും ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കണം എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ മാതൃകയിലുള്ള കുറേ ഹദീസുകൾ. എന്തിനാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിടയിലുണ്ടാവുന്ന ആ ഊഷ്മള ബന്ധത്തെക്കുറിച്ച് ഞാൻ അതിലേക്ക് കടക്കുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നമ്മൾ ഡിജിറ്റൽ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള കുടുംബത്തിലെ വിവിധ പ്രശ്നങ്ങൾക്ക് ഉള്ളു തുറന്ന് പറയാൻ നമുക്ക് അവസരം കിട്ടാത്തതിൻ്റെ ഒരു വിമ്മിഷ്ടം നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടോ ഇല്ലേ? നമ്മളിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ പിന്നെ സംഭവിക്കുക എന്താണ്? മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇന്നൊട്ടേറെ പേർ കാണുന്നവർക്കൊക്കെ പറയാനുള്ള ഡിപ്രഷനാണ്. കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും, ഡിപ്രഷനാണ്, സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. ഉത്കണ്ഠയും വിഷാദവുമായിട്ട് പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ആ പൊട്ടിത്തെറിയോട് കൂടിയിട്ട് അതുപോലെ ഇങ്ങോട്ടും പൊട്ടിത്തെറിച്ചാൽ കൊടുത്തു മുഖത്ത് രണ്ട് പൊട്ടിത്തെറികളുടെ വശങ്ങൾ അത് വയസ്സ് എത്രയായാലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ചില അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കേട്ട അനുഭവങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ പെട്ടെന്നുള്ള ദേഷ്യവും ഈ സംഗതികളൊക്കെ വരുന്നതിന് കാരണമാവുന്ന കുറേ ഘടകങ്ങൾ ഈ പറഞ്ഞു വരുന്ന വശങ്ങളിലൊക്കെയുണ്ട്. അത് മാനസിക സംഘർഷങ്ങളിലേക്കും ഞാൻ ആത്മഹത്യ ചെയ്യും, ഇനി എനിക്കതേ വഴിയുള്ളൂ, പുറത്തേക്കിറങ്ങി പോയി ചെയ്തോളി, എന്നാൽ പോയിക്കോളി, അതോട് കഴിഞ്ഞോട്ടെ, എന്നാൽ അതോട് കൂടിയിട്ട് ഈ ശല്യം തീർന്നല്ലോ, പറഞ്ഞു പോവുന്നു മക്കൾ വാപ്പയോടും ഉമ്മയോടും. ഇത്തരത്തിലേക്ക് സംഘർഷാവസ്ഥ മാനസികമായിട്ട് വന്നു ചേരുന്ന പ്രശ്നം പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം നമ്മളിങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ വഹിക്കുന്ന പങ്ക്, അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് പഴയ തലമുറയിൽ നിന്ന് ഏറെ മാറി. ഷുഹൈബ് സാഹിബ് അത് സൂചിപ്പിച്ചു. മുമ്പ് സ്ത്രീകൾ ചെയ്തിരുന്ന പണി എന്തുമാത്രമായിരുന്നു. ഇന്ന് നമ്മുടെ വീടകങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മക്കളായി ചേർത്ത് പിടിച്ച്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഇണകളായി ചേർത്ത് പിടിക്കുന്ന പെൺകുട്ടികളൊക്കെ സൂപ്പറായിട്ട് പഠിക്കുന്നവരാണ്, ഹൈ ലെവലിൽ പഠിക്കുന്നവരാണ് അവർക്ക് നമ്മൾ വിവാഹം കഴിക്കാൻ അവർ മടി കാണിക്കുന്ന സമയത്ത് കൊടുക്കുന്ന വാക്കെന്താ? എത്ര വേണമെങ്കിലും പഠിപ്പിക്കാം മോളെ എന്നാണ്. അങ്ങനൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് ഇന്നിപ്പോൾ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നത്. ഇങ്ങനെ വാക്ക് കൊടുത്ത് വീടകങ്ങളിലേക്ക് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉയർന്ന തലങ്ങളിലേക്ക് അവർ പലരും സെർച്ച് ചെയ്ത് പഠിച്ച് വലിയ തലങ്ങളിലേക്ക് അവരെത്താം. അങ്ങനെ ചിന്തിക്കുന്ന ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഒരു പക്ഷെ പുരുഷന്മാരെക്കാൾ അധികം വരുമാനം ആ കുടുംബത്തിലേക്ക് ഇത് എൻ്റേതാണ് എന്ന് അവർക്ക് സ്വന്തമാണെങ്കിൽ പോലും ഊട്ടിയുറപ്പിച്ച റഹ്മത്തും മവദ്ദത്തും ഉള്ളതുകൊണ്ട് ശരിയായ ഇസ്ലാം അറിയുന്ന ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയും പറയില്ല. എല്ലാം കുടുംബത്തിൻ്റെ എല്ലാമായി അവരുടെ സമ്പാദ്യം മുഴുവനും അവർ സമർപ്പിച്ച് ഇങ്ങനെ പോകുമ്പോഴും അവരെടുക്കേണ്ടുന്ന ഡ്യൂട്ടി, വീണ്ടും അവരുടേതായി മാത്രം നീക്കിവെച്ച ഡ്യൂട്ടി, അത് അവരുടേത് തന്നെയായി മാറുകയും അപ്പോൾ ആ സ്ത്രീ അനുഭവിക്കുകയും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. വീട്ടിലെ ജോലികൾ കുറേ ആളുകളൊക്കെ സഹായിക്കും, സഹകരിക്കും ഒക്കെ ചെയ്യും. എങ്കിൽ പോലും പുരുഷത്വം എന്ന് പറയുന്ന ആ ഒരു സംഗതി പതിഞ്ഞു പോയ ഒരു സംഗതിയുണ്ട്. ചില ആളുകളുണ്ടാവും. അവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വല്ലാതെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. പുറത്തുള്ള ജോലി ചെയ്യുന്നു, വീട്ടുജോലികളും ചെയ്യുന്നു, ഉന്നത പഠനം നടത്തുന്നവരായിരിക്കും, എല്ലാവർക്കും തിരക്കാണ്. ആ തിരക്കുകൾക്കിടയിൽ തങ്ങളുടെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള പങ്കുവെക്കലുകൾക്ക് അവർക്ക് സമയം കിട്ടുന്നില്ല എന്നതും കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് മറ്റൊരു കാരണമാണ്. അതുപോലെ പല രക്ഷിതാക്കളും മക്കളിൽ ചെലുത്തുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ചേരുന്ന കോഴ്സിനായിരിക്കില്ല പിന്നെ അവസാനം ചില കുട്ടികൾ എത്തിപ്പെടാം. കാരണം അതിന് ചേർന്നത് ഉമ്മാൻ്റെയോ ഉപ്പാൻ്റെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ സമ്മർദ്ദം കൊണ്ടാണ്. എനിക്ക് പോകാൻ പറ്റുന്ന റൂട്ടല്ല. അതിലൂടെ പിന്നീട് അവരെത്തിച്ചേരുന്ന പ്രശ്നങ്ങൾ വിവരിക്കുന്നില്ല. അതുപോലെ തന്നെ സ്വന്തം തീരുമാനം എടുക്കാനുള്ള ആഗ്രഹം. ഇനി ദിവസം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ റൂട്ട് മുഴുവനും റീൽസാണ്. റീൽസുകളിലൂടെയാണ് അവർ ഓടുന്നത്, അല്ലാതെ വായിക്കുന്നതോ പഠിക്കുന്നതോ ദീൻ പഠിപ്പിച്ചതോ ആയ കാര്യങ്ങളല്ല.
വളരെ പ്രായമായിട്ടും അവരെ നയിക്കുന്നത് റീൽസാണെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ ഇത്തരം റീലുകളിലേക്ക് അവരെ തള്ളിയിടാനുള്ള കാരണം എന്താണ്? ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരും അതും കൊണ്ടിരിക്കും, പിന്നെ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ട് ഞാനും ഇരിക്കണ്ടേ, അപ്പം ഞാനും അങ്ങനെ അങ്ങോട്ട് പോവും, പിന്നെ അങ്ങോട്ട് ഉറങ്ങും, നേരം വെളുത്ത് എൻ്റെ പണി തുടങ്ങും, ഇങ്ങനെ അങ്ങോട്ട് തീരും. ഇതാണ് ജീവിതം എന്ന് പറയുമ്പോൾ സംഘർഷങ്ങൾക്ക് അറുതി കാണാൻ പ്രിയമുള്ളവരെ നമ്മൾ പ്രയാസപ്പെടും. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തുറന്ന സംസാരത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്ക് വലിയ ഒരു കാരണമായിട്ട് നമുക്കെന്താ കാണാൻ സാധിക്കും. തുറന്ന് സംസാരിക്കാൻ, പറയേണ്ട പലതും പറയാതെ അടക്കി നിർത്തുമ്പോൾ പ്രിയമുള്ളവരെ പലപ്പോഴും അത് തെറ്റിദ്ധാരണകളിലേക്ക്, ഊഹങ്ങളിലേക്ക് അതെത്തിക്കുകയും ആര് എവിടെ കൂടി നിന്ന് പറയുമ്പോഴും മക്കൾ എനിക്കെതിരെ പണിയെടുക്കുകയാണ്, ഭർത്താവ് എനിക്കെതിരെ പണിയെടുക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഇമോജി ഇട്ടാലും അത് കുറച്ച് പ്രായമുള്ള ഉമ്മാക്ക് അറിയാത്ത ഒരു ഇമോജിയാണെങ്കിൽ ഞാൻ ഇട്ട മെസ്സേജിൻ്റെ താഴെയാണല്ലോ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അങ്ങനെ ഒരു ഇമോജി ഇട്ടത്, അവൻ എന്നെ കളിയാക്കിയതല്ലേ, അവൻ എന്തു മാതൃസ്നേഹം എന്ന് പറയുന്നിടത്തേക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക്, ഊഹങ്ങളിലേക്ക്, വെറുപ്പുകളിലേക്ക് വഴിവെക്കുന്നത് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള തുറന്ന സംസാരത്തിൻ്റെ കുറവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ചുരുക്കത്തിൽ കുടുംബാംഗങ്ങൾ പരസ്പരമുള്ള ആശയവിനിമയക്കുറവും സംസാരക്കുറവും, എല്ലാവരുടെയും സ്വന്തം ലോകത്ത് തങ്ങളുടേതായ സോഷ്യൽ മീഡിയകളിലൂടെ, മൊബൈൽ ഫോണുകളിലൂടെ അവർ സമയം ചെലവഴിക്കുമ്പോഴും എല്ലാവരും അവരവരുടെ ജോലി തിരക്കുകളിൽ കുടുംബജീവിതം താറുമാറാകുന്നു എന്ന് പോലും അറിയാത്ത തരത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പരമ്പരാഗതമായ കുടുംബ മൂല്യങ്ങളും മതധാർമ്മിക മൂല്യങ്ങളും കുറഞ്ഞു വരുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ് പ്രിയമുള്ളവരെ. തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കുക. തലമുറകളുടെ ഈ സംഘർഷം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിരുചിയിലും ഇഷ്ടങ്ങളിലും വന്ന വ്യത്യാസത്തെ ഉൾക്കൊള്ളാനും അതിന് ടോളറേറ്റ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രിയമുള്ളവരെ ഈ സംഘർഷങ്ങൾ ഇനിയും ഏറെയേറെ അധികരിക്കും. വീടകങ്ങളിൽ നിന്ന് ഭക്ഷണം ലഭിക്കേണ്ടതില്ലാത്ത, എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ സൗകര്യമുള്ള, കയ്യിൽ പണമുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള ഭക്ഷണം എവിടെ നിന്നും കിട്ടുന്ന, എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ പല സ്ഥാപനങ്ങളും ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുടുംബം എന്ന് പറയുന്ന തലമുറയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ചില പരിഹാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. എല്ലാത്തിനും നമുക്ക് നല്ല വിലയുള്ള ഈ കാലത്ത് വരുമാനത്തെക്കുറിച്ച്, ചെലവുകളെക്കുറിച്ച്, വരുമാനവും ചെലവും തമ്മിലുള്ള അസമത്വം മൂലം പിതാക്കന്മാർ അല്ലെങ്കിൽ കുടുംബത്തിൽ ചെലവ് നടത്തുന്നവർ അനുഭവിക്കുന്ന ടെൻഷൻ, ഇത് യാതൊന്നുമേ അറിയാതെ തങ്ങളുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടാലേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഇളം തലമുറ, എവിടെയാണ് നമ്മൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്? കൃത്യമായി ഉപ്പയും ഉമ്മയും അമ്മയും അച്ഛനും മക്കളും കൂടെ ഇരുന്ന് പ്രിയപ്പെട്ട മക്കളെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ തങ്ങളുടെ സ്വന്തം വരുമാനം എത്രയാണ് അത് തൃപ്തിയോടെ പോവണം എന്നാഗ്രഹിക്കുമ്പോൾ, ഒരു വിവാഹമോ സൽക്കാരമോ എന്തെങ്കിലും ഒരു യാത്രയോ വരുമ്പോൾ അവിടെ മാതാപിതാക്കൾ പറയും, നമുക്കുള്ളതിനനുസരിച്ച് നടത്താം മക്കളെ കല്യാണം, എൻ്റെ ജീവിതത്തിൽ കല്യാണം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് പൊടിപൊടിക്കണം, അതിന് എങ്ങനെയെങ്കിലും അതിന് പണം സ്വരൂപിക്കണം. അവിടെ സംഘർഷമായി. തൻ്റെ കയ്യിലുള്ള മൂല്യം അത് മറച്ചു വെക്കാനും ആ മൂല്യങ്ങളെ തൂത്തുമാറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടുന്ന, മക്കൾക്ക് വേണ്ടി അടിയറ പറയേണ്ടുന്ന അവസ്ഥ വീടുകളിൽ സംഘർഷമുണ്ടാക്കുന്നു. പിന്നീട് ആ കടങ്ങളുടെ പേരിൽ കാലങ്ങളുടെ കടന്നു പോയിട്ട് അവർ വിഷമം അനുഭവിക്കുന്നു. കുറഞ്ഞ പരിഹാരം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തുറന്ന ആശയവിനിമയം വളർത്തിയെടുക്കാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അല്പസമയം മൊബൈൽ ഫോൺ ഇല്ലാത്ത നോ ഫോൺ ടൈം നമ്മൾ കൃത്യപ്പെടുത്തി ആരും ഫോൺ കയ്യിലെടുക്കാതെ ഒന്ന് മുഖാമുഖം നോക്കി തുറന്ന് സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെടുത്തുക. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ മാനിക്കാനും പരസ്പരം ബഹുമാനിക്കാനും ഏത് തലമുറയിൽപ്പെട്ടവർക്കും സാധ്യമാവുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക. പഠിച്ച മൂല്യങ്ങൾ, മതധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ നിലനിർത്താൻ നമ്മൾ മുന്നോട്ട് വരിക. സാമ്പത്തിക ആസൂത്രണം നമ്മൾ കൃത്യപ്പെടുത്തുക. പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ സംഘർഷത്തിലേക്ക് പോവാതെ സമാധാനപരമായി പരിഹരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാവണം. ഇതിലേക്ക്
ഇതിലൊക്കെ പറയുമ്പോഴും എത്ര പറഞ്ഞാലും അവർക്ക് അത് നിന്ന് കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകും. കാരണം അത്രത്തോളം സ്ട്രോങ് ആണ്, അത്രത്തോളം പ്രയാസമാണ് എന്നെ വരുത്തിയിട്ടുള്ളത് എന്ന് സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഉപ്പയെക്കുറിച്ച് സ്വന്തം പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളായ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്താണ് പ്രിയമുള്ളവരെ? കുടുംബം എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നൊരു സ്ഥാപനമാണ്. അതിലെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അള്ളാഹ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എല്ലാവരും നിർവഹിച്ചു കഴിഞ്ഞാൽ, അവരവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അവരവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തു കഴിഞ്ഞാൽ പടച്ചതമ്പുരാൻ്റെ അടുക്കലാണ് പ്രതിഫലം. പടച്ചതമ്പുരാൻ്റെ സ്വർഗമാണ് അതിൻ്റെ വാഗ്ദാനം. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ പടച്ചതമ്പുരാൻ്റെ ശിക്ഷയാണ്. എത്ര ഇബാദാത്തുകൾ എടുത്താലും അവർക്ക് അവരുടെ സ്വർഗം അവർക്ക് തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ. ആ ഒരു ഗൗരവമാണ്. ഇത് പടച്ചോൻ്റെ സ്ഥാപനമാണ്. പടച്ചോൻ ഏൽപ്പിച്ചതാണ് എന്നെ ഈ ഒരു പെൺകുട്ടിയെ അള്ളാഹ് ഏൽപ്പിച്ചതാണ് എന്നെ എന്ന ബോധത്തോട് കൂടിയിട്ട് ഇസ്ലാമികമായ മര്യാദകൾ ധാരാളം നമ്മൾ കേട്ടതാണ്. കൂടിയാലോചനയും ക്ഷമയും നല്ല സംസാര ശൈലിയും മാതാപിതാക്കൾക്ക് ബഹുമാനവും എല്ലാം നൽകിക്കൊണ്ട് ഈ കുടുംബത്തിലെ ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന പുതിയ പ്രശ്നങ്ങളെ അഫുവോടുകൂടി സ്വബറോടുകൂടി തിരിച്ചു പിടിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചാൽ നല്ല ഒരു കുടുംബം ഈ കാലഘട്ടത്തിലും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അത് സാധിക്കുന്നത് ഇസ്ലാമിനെ പഠിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.